ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹാക്കാലം ഇന്ന് തിരുസഭാ മാതാവ് കാറ്റർബറിയിലെ വിശുദ്ധ ആൻസലത്തിൻ്റെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിൽ യേശുനാഥനോടൊരു അടയാളം ചോദിക്കുന്ന ജനസമൂഹത്തെ നമ്മൾ കാണുകയാണ്. അവർ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് വീണ്ടും ഒരു അടയാളം വേണം. ഈ 6-ാം അധ്യായത്തിൽ യേശുനാഥൻ ആദ്യമേ തന്നെ 2-3 അടയാളങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, അവിടുന്ന് അപ്പം വർദ്ധിപ്പിച്ച സംഭവം. 2, അവിടുന്ന് കടലിന് മീതെ നടന്ന സംഭവം. എന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കാതെ അവർ വീണ്ടും യേശുനാഥനോട് അടയാളം ചോദിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നൊരു കാരണം, അവർക്ക് അവരുടെ പൂർവ്വപിതാക്കന്മാർ അവർക്ക് മന്നയൊക്കെ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവർ മോശയുടെ കാര്യമൊക്കെ എടുത്ത് പറയുന്നത്. അപ്പോൾ അതുപോലെ നീ ഞങ്ങൾക്ക് ഒരു അടയാളം കാണിക്കണമെന്നാണ്. അപ്പോൾ യേശുനാഥൻ അവരെ തിരുത്തുന്നുണ്ട്. മോശയല്ല നിങ്ങൾക്ക് അപ്പം നൽകിയത്, ദൈവമാണ് നിങ്ങൾക്ക് അപ്പം നൽകിയത്. ഇത് ഈ ഇസ്രായേൽക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു. അവർക്ക് അബ്രഹാം ഉണ്ട്, അവർക്ക് മോശയുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു സ്വകാര്യ അഹങ്കാരമുണ്ട്. ഒരുപക്ഷെ ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹങ്ങളെക്കാളും ഉപരി അവർ വിശ്വസിച്ചിരുന്നത് ഈ അബ്രഹാത്തിലും ഈ മോശയിലൊക്കെ ആയിരുന്നിരിക്കാം. അതുകൊണ്ടാണ് യേശുനാഥൻ അവരെ തിരുത്തുന്നത്. അപ്പോൾ എന്നിട്ട് തിരുത്തിയിട്ട് അവിടുന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഈ കൃപകളും അനുഗ്രഹങ്ങളൊക്കെ തരുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ് ഈ യേശുനാഥൻ പ്രവർത്തിച്ച ഓരോ അത്ഭുതങ്ങളും അടയാളം പോലും അവിടുത്തെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ദൈവം സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ്. യേശു തന്നെ ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ ആ ദൈവസ്നേഹത്തെ മറന്നുകൊണ്ട് മനുഷ്യരാണ് നന്മ നൽകിയതെന്ന് പറയുന്ന ചിന്തയിലേക്ക് നിങ്ങൾ കുടുങ്ങിപ്പോകരുതെന്നാണ്. അപ്പം എല്ലാ നന്മയിലുമുള്ള ദൈവികതയെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. ഇത് ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെടുത്തി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും ദിവ്യകാരുണ്യത്തിലുള്ള യേശുനാഥൻ്റെ സാന്നിധ്യത്തെ അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യത്തെ സംശയിച്ചുകൊണ്ട് അത് കേവലം അപ്പമായി ചിന്തിക്കുന്ന മനുഷ്യരാണ് പലർക്കും ഇത് ദഹിക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അവിടെയാണ് യേശുനാഥൻ ഈ യഹൂദരെ തിരുത്തുന്നത് പോലെ നമ്മളെയും തിരുത്തുന്നത്. ഇതിന് പിന്നിലുള്ള ദൈവിക സ്നേഹത്തെയും ദൈവിക അടയാളത്തെയും നമ്മൾ മനസ്സിലാക്കണം. യേശുനാഥൻ പൂർണ്ണമായും സത്യമായും ഈ അപ്പത്തിൽ സന്നിഹിതനാണ്. അവിടുത്തെ യഥാർത്ഥ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ ഇതിലെ ദൈവിക സാന്നിധ്യത്തെ മറന്ന് ഇതിലെ കേവലം മനുഷ്യൻ്റെ പ്രവൃത്തിയായി നമ്മൾ കാണരുത്. ഇസ്രായേൽക്കാർ അവർക്ക് അപ്പം നൽകിയത് മോശയാണെന്ന് ചിന്തിച്ചതുപോലെ അതൊരു മാനുഷിക പ്രവൃത്തിയായി അവർ കാണുകയാണ്. എന്നാൽ മോശയല്ല, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമായിരുന്നു. മരുഭൂമിയിലെ പട്ടിണിയിൽ അവരനുഭവിച്ച സ്നേഹത്തിൻ്റെ മന്ന, അവരുടെ വിശപ്പകറ്റിയതുപോലെ ദൈവിക സാന്നിധ്യത്തിൻ്റെ ഈ അപ്പം, ഈ തിരുശരീര രക്തങ്ങൾ ഓരോ മനുഷ്യൻ്റെയും ആത്മീയമായ പശിയടക്കുന്ന അന്നമാണെന്നുള്ളൊരു ബോധ്യം നമ്മൾ തിരിച്ചറിയണം. അപ്പം ഇത് കേവലം മനുഷ്യൻ്റെ പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം എന്നുള്ളൊരു ബോധ്യം കൂടി നൽകണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തിൽ യേശുനാഥൻ്റെ സാന്നിധ്യത്തെ, ദൈവിക ഇടപെടലിനെ തിരിച്ചറിയാനുള്ള ബോധ്യം നമുക്കുണ്ടാകണമെന്ന ഒരു ചിന്ത കൂടെ ഇന്നത്തെ സുവിശേഷം നമുക്ക് മുമ്പിലേക്ക് നീട്ടിവെക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ആൻസല, ഇദ്ദേഹം ദൈവാസ്തിത്വത്തിൻ്റെ തെളിവുകൾ നൽകിയ വലിയൊരു തത്വശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ കുരിശുകൾ വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം ബിഷപ്പായി നിയമിതനായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രത്യേകമായ പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒത്തിരിയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നപ്പോൾ പോലും ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വിശുദ്ധനാണ്. ദൈവത്തിൻ്റെ അസ്തിത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അത് ലോകത്തിന് മുമ്പിൽ ഉറക്കെ പ്രഖ്യാപിക്കുകയും അതിൻ്റെ ശക്തമായ വെളിപ്പെടുത്തലുകളും വെളിപാടുകളും മനുഷ്യർക്ക് നൽകുകയും ചെയ്ത വലിയൊരു വിശുദ്ധനാണത്. അപ്പം ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം യാചിക്കാം. യേശുനാഥൻ്റെ യഥാർത്ഥ സാന്നിധ്യം ദിവ്യകാരുണ്യത്തിൽ തിരിച്ചറിയുവാനും ആ ദൈവികതയെ ബോധത്തോടുകൂടി ആരാധിക്കാനുള്ള കൃപയും അനുഗ്രഹവും നമുക്ക് നൽകണം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.